വേദന ഉണ്ടോ സർ? ചെറുതായിട്ട്. മുറിവ് ഉണങ്ങിയല്ലോ സർ. ഉണങ്ങിയോ? ആ, വേഗം ചായ പിടിച്ചിട്ട് പോയി പല്ല് തേച്ചേ. അല്ല, എങ്ങോട്ട് എത്ര തിരക്കിട്ട്? എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് സർ. എന്നെ അടുക്കള പണിക്ക് കൂട്ടാൻ പോവാണോ? പിന്നെ സാറിനെ അടുക്കള പണിക്ക് കൂട്ടും. സാറിനെ കുറച്ചേരം നടത്തിച്ചിട്ട് വേണം എനിക്ക് അടുക്കള പണിക്ക് പോവാൻ. ഓ, അതാണോ കാര്യം? ഒരു കാര്യം ചെയ്യും, താനേ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വാ, നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാടോ. ആ, അതെന്തായാലും പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് മടിക്കും. പക്ഷെ ആ മടി വകവെക്കാതെ നടന്നാ മാത്രം എത്രയും പെട്ടെന്ന് ഓക്കെ ആവുക. എടോ, മടിയൊന്നുമില്ല, അതെനിക്ക് തിരക്കായതുകൊണ്ടല്ലേ. ദേ സാർ, എനിക്ക് വെറുതെ ദേഷ്യം വരുവേ. സാർ പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേ. എന്നാ പിന്നെ പല്ല് തേക്കലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് മൊത്തത്തിൽ നമുക്ക് ചെയ്യാം, പോരെ? ആ, ആയിക്കോട്ടെ. എഴുന്നേറ്റേ. എഴുന്നേക്കാനോ? ആ, പിന്നെ എഴുന്നേക്കാതെ കാല് തറയിൽ കുത്തണ്ടേ സർ? എടോ, ഇന്നലെ അത്രയൊക്കെ നടന്നിട്ട് സത്യം പറഞ്ഞാൽ കാലിന് നല്ല സ്ട്രെയിൻ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, ഉണ്ടായാലും നടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. നന്ദിനി, ഞാൻ പറയുന്നൊന്ന് താൻ കേക്ക്. സാർ എഴുന്നേക്ക്. എണീക്കാൻ ഇങ്ങതാതെ. അതെ, ഒരു കാര്യം ചെയ്യും, പതിവ് പോലെ തന്റെ കാലിന് വെച്ചേ. ഞാനേ തന്റെ കാലിൽ ചവിട്ടി നടന്നോളാം. ഓ, അങ്ങനെ ഇനി സൂഹിക്കണ്ട. അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും സാറിന്റെ കാലിനില്ല. നിലത്തെ ചവിട്ട് സാർ. അങ്ങനെ അമർത്തി ചവിട്ടൂ. താഴെ വെക്ക്. ആ ആ, ചവിട്ട്. ആ, പതി. ഇണക്കുരുവികൾ ഇറങ്ങി. അതിന് നിങ്ങൾക്കെന്താ? ഇന്ദ്രജെ, ഈ താജ്മഹൽ കാണുമ്പോഴേ നമ്മളതിനെ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാ? അത് നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ട്. ആ, അത് തന്നെ. സൂര്യയും നന്ദിനിയും ഒന്നിച്ചു പോകുമ്പോ ഞാനത് സൂക്ഷിച്ചു നോക്കാൻ കാരണം എന്താണെന്നറിയോ? ആ പരിപാടി നമ്മുടെ അടുത്ത് ഇല്ലാത്തോണ്ടാ. ഇനി മുന്നോട്ട് നടക്കാം. നന്ദിനി, എനിക്കിപ്പോഴേ കാലിന് യാതൊരു കുഴപ്പമില്ല. വേണമെങ്കിലേ ഞാൻ സ്വയം നടക്കുക മാത്രമല്ല, തന്നെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഒന്നും മിണ്ടായിരിക്കും സർ, അതൊന്നും ഇപ്പൊ നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ല എന്ന്? നടത്തി കാണിച്ചു തന്നല്ലോ. നിലത്ത് നിർത്ത സർ. എനിക്കിത് കാണാൻ വയ്യ. ഇത്രയും ദിവസം താൻ എന്നെ ചുമന്നുകൊണ്ട് നടന്നില്ലേ? ഇന്ന് തന്നെ ഞാൻ കുറച്ച് സമയം ചുമന്നുകൊണ്ട് നടക്കട്ടെ. അവന്റെ യോഗം. വേണ്ട സർ, കാല് വേദനിക്കും. വേദനിക്കില്ലടോ, ഒരിക്കലും വേദനിക്കില്ല. നന്ദിനി, തന്നെ ഇങ്ങനെ എടുത്ത് ഉയർത്തുന്നതും ഒരു പൂ കൈകൊണ്ട് എടുക്കുന്നതും ഒക്കെ ഒരുപോലെയാ. ഡയലോഗാ.
സാർ, സാർ, വിജയ് വന്നേ. ഇന്ദ്രജയ് ഇതെന്തെങ്കിലും ഒന്നായിട്ട് ഞാനല്ലേ പറഞ്ഞത്. നന്ദിനി, ഒരു സ്ഥലത്ത് ചിലപ്പോ പൊട്ടലും ചീറ്റലൊക്കെ ആരംഭിക്കാനുള്ള സമയമായി. ഇതിനിടയിൽ അതും നോക്കുന്നുണ്ടോ? പിന്നെ ശത്രുക്കളുടെ താവളത്തിലല്ലേ ഇപ്പൊ കിടക്കുന്നത്. വെടികൊണ്ട് എവിടെന്നാ വരുന്നതെന്ന് നോക്കിയല്ലേ പറ്റൂ. എന്തെങ്കിലും കണ്ട വാ പൊടിച്ചങ്ങ് നിന്നോണവിടെ. എന്തൊക്കെ പറഞ്ഞാലും അളിയൻ അവളെ എടുത്തിങ്ങനെ നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. വിജയ്, നിങ്ങൾ വിചാരിച്ച ആ കാര്യം നടക്കില്ലല്ലോ. ആര് പറഞ്ഞു? ഇന്ദ്രജയെ ഞാൻ എടുക്കാം. വേണ്ട, എടുത്താലും സൂര്യ പോലെ കേറിയാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. ആര് പറഞ്ഞു പറ്റില്ലെന്ന്? അളിയന് നന്ദിനി അവസരം കൊടുക്കുന്നു. അളിയൻ അത് ഭംഗിയായിട്ട് ചെയ്യുന്നു. എനിക്കിവിടെ ആരവസരങ്ങൾ തരാൻ? എന്നിലെ കലാകാരന് അവസരങ്ങൾ തരാതിരിക്കുകയല്ലേ? ഇന്ദ്രജയ് പ്ലീസ്, ഇതെന്റെ ഒരു വാശിയാ. അളിയൻ നന്ദിനിയെ എടുത്ത് നമ്മുടെ മുന്നിലൂടെ നടന്നതുപോലെ നിന്നെയും എടുത്ത് അളിയന്റെ മുന്നിലൂടെ ഇങ്ങനെ പോണം. വിജയ്, അതൊന്നും നടക്കില്ല. എന്റെ ഇന്ദ്രജയെ, എന്റെ കരുത്തിനെ കുറിച്ച് തനിക്ക് അറിയാഞ്ഞിട്ടാ. മസിലുണ്ടാ? നിനക്കറിയോ, ഒരു പൂവിനെ കൊണ്ട് നടക്കുന്നത് പോലെ നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. അളിയന്റെയും നന്ദിനിയുടെയും മുന്നിലേക്ക് തുംകോ പാസ് എടുത്ത് പൊക്കുഹൂം. തന്നെയും പൊക്കിയെടുത്ത് വേണമെങ്കിൽ ആന്റിയുടെ മുന്നിലേക്ക് ഇങ്ങനെ പോവും. നിനക്കറിയോ, ഒരൊറ്റ ദിവസം കൊണ്ട് വിജയെക്കുറിച്ച്, തന്റെ ഭർത്താവിനെ കുറിച്ച് ബഹുമാനമുള്ള ഒരു ചിത്രമുണ്ടാവും. മനസ്സിലായോ ഇന്ദ്രജയ്ക്ക്? കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഇപ്പോഴും എനിക്ക് പേടിയാ. ഇന്ദ്രജയെ, താൻ പേടിയുടെ കാര്യം പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കില്ല. തന്നെ ഞാനെടുത്ത് പൊക്കാൻ പോവാ.